1956 നടന്ന വിമാനാപകടം 11 വയസ്സിൽ കണ്ട ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ 78 വയസ്സുള്ള സുകുമാരൻ. കാന്തല്ലൂർ മലനിരകളിൽ ആണിവരയിലാണ് വിമാനാപകടമുണ്ടായത്. ആണിവരയുടെ തമിഴ്നാടുമായി ചേർന്ന് കിടക്കുന്ന ഉപ്പൂട്ടുപാറയിലിടിച്ച് വിമാനത്തിന് തീ പിടിക്കുകയായിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട വിമാനമായിരുന്നു എന്നാണ് സുകുമാരന്റെ ഓർമ്മ. മൂടൽമഞ്ഞുകൊണ്ട് മലനിരകളുടെ കാഴ്ച മറഞ്ഞ് അപകടമുണ്ടായി. 50ഓളം ആളുകൾ മരിച്ചു. വിമാനം താഴ്ന്നു പറക്കുന്നത് കാന്തല്ലൂർ ടൗണിലിരുന്ന് സുകുമാരനും കൂട്ടുകാരനും കണ്ടു. പിന്നീട് വലിയ ശബ്ദമാണ് കേട്ടത്. അപകടമുണ്ടായി എന്നറിയാം. പോകാൻ ശ്രമം നടത്തിയെങ്കിലും പിതാവ് വിട്ടില്ല. 1960, 62 ആയിരിക്കും എന്നാണ് സംശയമുണ്ട് എനിക്ക്. കാരണം അന്ന് ഞാൻ ചെറുപ്പമാണ്. എനിക്കന്ന് ഒരു 10, 13 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ പ്ലെയിൻ അവിടെ ഇടിച്ചത് ഒരു സൗണ്ട് കേട്ടു. ഇവിടെ കേട്ടു. ഇതിനകത്ത് എന്തോ പൊട്ടിത്തെറിച്ച സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടപ്പോൾ ചുമ്മായെങ്കിലും ഞങ്ങൾ എടാ പ്ലെയിൻ പോയി ഇടിച്ചെന്നാണ് പറഞ്ഞത്. വെറുതെ ഞങ്ങളങ്ങ് പറഞ്ഞതാണ്. 1 മണിക്കൂർ കഴിയുമ്പോൾ ആ മുതാക്കുടിയിലുള്ളൊരു മുഴുവൻ ആ മലയിൽ നിന്ന് ചാടി ഇവിടെ വന്നിട്ട് പറഞ്ഞു പ്ലെയിൻ അവിടെ ഇടിച്ചു പോകുന്നു. അപ്പോൾ ഞങ്ങൾ പിള്ളേരാണെങ്കിലും ഞങ്ങളിത് കണ്ടേക്കാമെന്ന് വിചാരിച്ചു ഓടി അങ്ങ് പോയില്ല. ഇത് എൻ്റെ കുറേ ഇപ്പുറത്തേക്ക് മാറി നിന്ന് നോക്കിയപ്പോൾ ഒരു ഭയങ്കര ആ മലയിൽ ഇടിച്ചിട്ട് ഈ തുപ്പട്ടുപാറ എന്ന് പറഞ്ഞ മലയുടെ മോൾ ഭാഗം ഇടിച്ചിട്ട് അതിന് നേരെ താഴെ ഒരു ഭയങ്കര വനത്തിലേക്ക് വന്നു വീണതിന് ശേഷം അപ്പം അന്ന് ഈ പട്ടംകോളി കൊടുത്ത കാലമാണ്. അപ്പോൾ ഈ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ, നമ്മുടെ ആൾക്കാർ ഇവിടെ കുറേ പേര് കുടിയുണ്ടായിരുന്നു. അതിൽ 2-3 വ്യക്തികൾ കൂടി അവിടെ ചെന്നു. സ്ഥലവാസികളായ മുതുവാന്മാർ നടന്നുവന്ന് അറിയിച്ചതനുസരിച്ച് ഒരു മുൻ പട്ടാളക്കാരന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അവിടെ പോയി. നിബിഡ വനവും തീപിടിച്ചതും കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താതെ തിരികെ വരേണ്ടി വന്നു. വനത്തിനും തീപിടിച്ചിരുന്നു. ആളുകൾ കിലോമീറ്ററുകൾ നടന്നു ചെന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ശവശരീരങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് ഭയാനകമായ കാഴ്ചയായിരുന്നു എന്നാണ് പറഞ്ഞറിവ്. കാന്തല്ലൂർ ടൗണിൽ വർഷങ്ങളായി ചായക്കട നടത്തുന്ന സുകുമാരൻ തന്റെ ഓർമ്മകൾ കേരള കൗമുദിയോട് പങ്കുവയ്ക്കുകയായിരുന്നു. ഇങ്ങനെ എല്ലാം നോക്കി കണ്ടേച്ച ആളെന്ന് പറഞ്ഞു മരത്തിൻ്റെ മുകളിൽ വരെ പ്രേതം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു, മരിച്ചു. അയാൾ കണ്ടതായിട്ട് വന്ന് പറഞ്ഞു. പിന്നെ അയാൾ അതിൽ നിന്ന് ഒരു ടെലസ്കോപ്പ് എവിടെ തെറിച്ച് കിടന്നു ഒരു കഷ്ണം അതും എടുത്തുകൊണ്ട് പോകുന്നു. പുള്ളി ഇതുപോലത്തെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളൊക്കെ കാണിച്ചു. ഇതുകൊണ്ട് പ്ലെയിനെ അടിച്ച് വീണോട് കിട്ടിയതായിരിക്കുന്നു പറഞ്ഞു. പുള്ളി അങ്ങനത്തെ ഒരാളായിരുന്നു. അന്ന് അതിനൊക്കെ ധൈര്യമുള്ള ആളായിരുന്നു. നോട്ട് കെട്ടൊക്കെ കത്തി ഓരോ സൈഡുകളിൽ കത്തി കിടന്നൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ഒരാഴ്ച 10-15 ദിവസത്തോളം അവിടെ തീ ഭയങ്കര വനം തന്നെ കത്തി തീർന്നു പോയി. ഒരു ഭയങ്കര വനമായിരുന്നു. അത് വനം മൊത്തം കത്തി തീർന്നു പോയി. അങ്ങനെ കിടന്നു. പിന്നെ അത് രണ്ടാമത് പിന്നെ അവിടെ പിന്നെ വേറെ ആൾക്കാർ ചെന്നെത്താനൊന്നും സൗകര്യമുള്ള സ്ഥലമല്ല. ഭയങ്കരമായ മലയുടെ ഇടുക്കാണ്. പിന്നെ കുറേ ആൾക്കാരൊക്കെ അതിൻ്റെ ആൾക്കാരൊക്കെ വന്നു, അവിടെ കയറി നോക്കി. ഇതൊക്കെ പിന്നീട് അങ്ങനെ അറിയുന്നത് പത്രത്തിൽ അല്ലേ. പിന്നീട് വീണപ്പോൾ തന്നെ ഇത് പബ്ലിഷ് ആയല്ലോ. ആൾക്കാരെല്ലാം പറഞ്ഞൊക്കെ അവരുടെ ബന്ധുക്കളൊക്കെ ഈ മരിച്ചവരുടെ ബന്ധുക്കളൊക്കെ എല്ലാം മൊത്തം വന്നു. ഈ വഴിക്കല്ല വരുന്നത്. അവർ സെൻറ്റ് വരാന്ന് പറഞ്ഞ സ്ഥലം. സെൻറ്റ് വരാന്ന് അവിടെ വരാൻ എളുപ്പം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.